ഗുഡ് മോർണിംഗ്. നമ്മൾ എപ്പോഴും ഒരുപാട് കേട്ടിട്ടുണ്ട്, ലോകത്തെ നമ്മൾ കാണുന്ന ഈ ലോകമാക്കി തരാനായിട്ട് ഒരുപാട് വ്യക്തികൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റാണ് ഫിസിക്സിൻ്റെ മേഖലകളിലാണ് ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത് ഫിസിക്സിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിയുക എന്ന് തന്നെയാണ്. കാരണം ഫിസിക്സ് ഇല്ലാതെ ഒരു ക്രമം, ഒരു സയൻസ്, ഒരു ഡെവലപ്മെൻറ്റ്, ഒരു മാറ്റം ഈ ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഫിസിക്സിൻ്റെ ഏതൊക്കെ വഴികൾ താണ്ടിയാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ് ഫിസിക്സ് ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല. അതിന് ലോകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ന്യൂട്ടൺ. അപ്പം ന്യൂട്ടോണിയൻ റൂള് 15ാം നൂറ്റാണ്ട് വരെ, 15ാം നൂറ്റാണ്ട് തൊട്ടാണ് ഈ ന്യൂട്ടൺ എന്ന വ്യക്തി ലോകത്ത് ഫേമസ് ആയി മാറിയത്. അതായത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് പ്ലസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്ന സമവാക്യം ഭയങ്കര ഫേമസ് ആണ്. കാരണം മിഷൻ യുഗത്തിന് തുടക്കം കുറിച്ചത് അതാണ്. ഇതിന്റെ സംഭവം ഇത്രേ ഉള്ളൂ: ഒരു ഫോഴ്സ്, ഒരു ശക്തി, ഒരു മാസിനെ ഭയങ്കരമായ ആക്സിലറേഷൻ, ഭയങ്കരമായ സ്പീഡിൽ വിട്ടാൽ എന്ത് നടക്കും? അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഇരുമ്പിന്റെ കമ്പി മുറിക്കുന്നത് ഇരുമ്പിനേക്കാളും ശക്തി കുറഞ്ഞ ഇരുമ്പ് വെച്ചാണ്. പക്ഷെ അതിന് എത്ര പ്രത്യേകതകൾ! കറങ്ങും, സ്പീഡിൽ കറങ്ങും, ഭയങ്കര സ്പീഡിൽ കറങ്ങും. ഏത് കമ്പിയെ അത് മുറിച്ച് മാറ്റും. സ്പീഡ് കൂടിയപ്പം ഫോഴ്സ് ഉണ്ടായി. അത് ഇരുമ്പല്ല, അതിനേക്കാൾ വലിയ സാധനത്തെ തീർക്കാനും ആ കമ്പിക്ക് സ്പീഡ്, കറങ്ങുന്ന ആ ചക്രത്തിന് പറ്റും. മിഷൻ ഏജിന് തുടക്കം കുറിച്ചത് ന്യൂട്ടന്റെ ഈ രണ്ടാം ചലന നിയമം. അങ്ങനെ മൂന്നാം ചലന നിയമം, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ന്യൂട്ടൺ വന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും സയൻസിന്, ഫിസിക്സിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഫേമസ് ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീനാണ് 19ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഐൻസ്റ്റീൻ്റെ ഉദയം. അതായത് അതിന് മുമ്പ് നമ്മൾ ഐൻസ്റ്റീൻ്റെ ഒരു ചെറിയ ചരിത്രം മനസ്സിലാക്കണം. വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, ഒരു പോളിടെക്നിക് സ്റ്റുഡൻ്റാണ്. ഐൻസ്റ്റീൻ ആക്കി മാറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ E=mc² എന്ന സൂത്രവാക്യം. മനസ്സിലായോ? അതായത് വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആളൊന്നും ആയിരുന്നില്ല ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ ഒരു ദിവസം ഒരുപാട് വർക്കുകൾ ചെയ്തു, ഒന്നിലും ശോഭിച്ചില്ല. അപ്പൊ പുള്ളി ഒരു ദിവസം പേറ്റന്റ് ഓഫീസിൽ, സ്വിറ്റ്സർലൻഡിലെ പേറ്റന്റ് ഓഫീസിൽ ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുന്ന, അല്ല ലെറ്ററുകൾ വായിച്ച് മാറ്റിവെക്കുന്ന ഒരു ജോലി പുള്ളിക്ക് കിട്ടി. അവിടെ വെച്ച് പുള്ളി, ചെറിയ പണിയാണ്, പോളിടെക്നിക് സ്റ്റുഡൻ്റ് ആണ്, ആ ഫീൽഡിലൊന്നും പുള്ളി സക്സസ് അല്ല. പുള്ളി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ചിന്തിക്കും, ഒരുപാട് ഉറങ്ങുന്നതിലൊക്കെ പുള്ളി ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഒരു ദിവസം പുള്ളി മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ അന്ന് PhD-യും എല്ലാം ഉള്ള ഒരു മഹാപ്രതിഭ ഉണ്ടായിരുന്നു. മാക്സ് പ്ലാങ്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജർമ്മൻ എന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അപ്പൊ മാക്സ് പ്ലാങ്കിന് പുള്ളി ഒരു ലെറ്റർ വിടുക. ആ ലെറ്റർ ഇതാണ്: ദ സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ മാറ്റർ ഈസ് കോൾഡ് ആറ്റം. പുള്ളി മാക്സ് പ്ലാങ്ക് PhD-യുടെ തലയിൽ ഇരിക്കുന്ന ആളാണ്, അറിവിന്റെ ആകാശങ്ങളിൽ നിൽക്കുന്ന മനുഷ്യനാണ്. പുള്ളിയുടെ ഡിഗ്രിയും കണ്ടപ്പം വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല, ആദ്യത്തെ മാറ്റിയിട്ട്. വീണ്ടും പുള്ളിക്ക് ഒരു ലെറ്റർ കിട്ടി. അതായത് പ്രകാശത്തിന് ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുമോ? മാക്സ് പ്ലാങ്ക് അതിനും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ മൂന്നാമത് ഐൻസ്റ്റീൻ വിട്ട ലെറ്റർ മാക്സ് പ്ലാങ്കിനെ ഞെട്ടിച്ചു കളഞ്ഞു. അതാണ് E=mc². നമ്മൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് നമുക്ക് ആർക്കും അത്രയ്ക്ക് വലിയ പിടുത്തം കിട്ടാത്തൊരു സംഭവമായിരുന്നു. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പിടിക്കുന്നതൊക്കെ വലിയ പാട് തന്നെയാണ്. പലർക്കും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതാണ് ഈ സൂത്രവാക്യത്തിന്റെ ഒരു കുഴപ്പം. പക്ഷെ ഈ സൂത്രവാക്യം മാക്സ് പ്ലാങ്കിന് എത്തിപ്പോയി. കാരണം പുള്ളിക്ക് 200 വർഷങ്ങളായിട്ട് സയൻസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി ആൻസർ ചെയ്തിരുന്നത്. പുള്ളി പറഞ്ഞു. അതോടുകൂടിയാണ് മാക്സ് പ്ലാങ്ക് പുള്ളിനെ എടുത്ത് കൊണ്ടുപോയി
ഇതോടുകൂടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വ്യക്തിയെ ലോകം അറിയുന്നത്. പിന്നെ സയൻസിനെ ധരിച്ചത് ഐൻസ്റ്റീനാണ്. കാരണം അയാളുടെ തലച്ചോറില്ലാത്ത ഒരു മേഖലകളും ഇല്ലാതായി. ഓർക്കണം, വലിയ കഴിവുള്ള മനുഷ്യനായിട്ടൊന്നും ലോകം കണ്ട ആളല്ല. പക്ഷെ പിന്നെ ഐൻസ്റ്റീന്റെ ഇറയാണ്, ഐൻസ്റ്റീൻ യുഗമാണ് പിന്നെ വന്നത്. അപ്പൊ എന്താണ് E=mc² എന്ന് പറഞ്ഞാൽ? കാരണം ഐൻസ്റ്റീൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. പ്രകൃതിയുടെ ഇതിനെക്കുറിച്ച് പുള്ളിയുടെ സിദ്ധാന്തങ്ങളുണ്ട്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന്റെ അപ്പുറം. കാരണം അത് വെച്ചാണ് സ്പേസിലേക്ക് സാധനങ്ങൾ വിടുന്നതും സ്പേസ് കറങ്ങുന്നതും ഉപഗ്രഹങ്ങളുടെ റൊട്ടേഷൻ പാറ്റേൺ ഒക്കെ അത് വെച്ചാൽ. ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു. അത് പിന്നീട് സയൻസ് പുള്ളി മരിച്ച് 100 വർഷം കഴിഞ്ഞപ്പോൾ തെളിയിച്ചു ഗ്രാവിറ്റേഷണൽ വേവ് ആണ് ലോകം കൺട്രോൾ ചെയ്യുന്നതാണ്. ന്യൂട്ടോണിയൻ റൂൾ അനുസരിച്ച് ഗ്രാവിറ്റേഷണൽ വേവ് അല്ല, ഗ്രാവിറ്റേഷണൽ പുള്ളാണ് സാധനങ്ങളെല്ലാം ഗ്രഹങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ന്യൂട്ടനെ ക്വസ്റ്റ്യൻ ചെയ്ത വ്യക്തിയാണ് ഐൻസ്റ്റീൻ. കാരണം ഐൻസ്റ്റീന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ന്യൂട്ടോണിയൻ റൂൾ വെച്ച് നടക്കത്തില്ല. പിന്നെ ക്വാണ്ടം മെക്കാനിസത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചത് ഐൻസ്റ്റീനാണ്. പുള്ളിയുടെ പുറകെ ഇന്ന് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം അത് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഭരിക്കുന്ന മാസ്റ്റർ കമ്പ്യൂട്ടറാണ്. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ ഈ എന്ത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഐൻസ്റ്റീന്റെ E=mc² എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. E=mc² എന്ന് പറഞ്ഞാൽ പുള്ളി ചിന്തിച്ചു ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. എല്ലാ കാര്യവും മാറ്ററാണ്. തടി, കല്ല്, മണ്ണ് എല്ലാം മാറ്ററാണ്. പക്ഷെ ഈ മാറ്ററിനെല്ലാം ഉള്ളിൽ എനർജി ഉണ്ട്. പക്ഷെ ഈ എനർജി പുറത്തേക്ക് വരുന്നത് വളരെ കുറഞ്ഞ തോന്നില്ല. അതായത് എന്നാൽ വ്യത്യാസമുണ്ട്. പേപ്പർ കത്തിച്ചാൽ ഉണ്ടാകുന്ന എനർജി അല്ല പ്ലാസ്റ്റിക് കത്തിച്ചാൽ. പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന എനർജി അല്ല തടി കത്തിച്ചാൽ. തടി കത്തിച്ചാൽ ഉണ്ടാകുന്ന എനർജി അല്ല പെട്രോൾ കത്തിച്ചാൽ. പെട്രോൾ കത്തിച്ചാൽ ഉണ്ടാകുന്ന എനർജിയെക്കാളും ശക്തമായ എനർജിയാണ് ഏവിയേഷൻ കത്തിച്ചാൽ. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം മാറ്ററാണ്, വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പൊ വ്യത്യസ്തപ്പെട്ടിരിക്കാൻ കാരണം എന്നാ? ഇതിനോരോന്നിനും ഒരു പരിധി വരെ കത്താൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു റൂൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ കൂടുതൽ അതിനെ കടത്തി വിടത്തില്ല. മനസ്സിലായോ? അപ്പം അതിൽ കൂടുതൽ അതിനെ കടത്തി വിടത്തില്ലെങ്കിൽ ഐൻസ്റ്റീൻ ചിന്തിച്ചു, എന്തായി നക്ഷത്രവും സ്റ്റാർസും? സൂര്യൻ എന്താ ഇങ്ങനെ കത്തുന്നത്? സ്റ്റാർസ് എന്താ ഇങ്ങനെ കത്തുന്നത്? അപ്പം ഈ പ്രോട്ടോകോളിനെയൊക്കെ അതിലംഘിച്ച് കത്താൻ കഴിവുള്ള ഒരു മെറ്റീരിയൽ ഈ ഭൂമിയിലുണ്ട്. മനസ്സിലായോ? അതിന് ഉദാഹരണമാണ് പുള്ളി ചൂണ്ടിക്കാണിച്ചാണ് സ്റ്റാർസ് ആൻഡ് സൺ. അപ്പം ഇത് ഈ മാറ്ററുകളെല്ലാം 3,00,000 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ കത്തേണ്ടതാണ് ഐൻസ്റ്റീന്റെ റൂൾ അനുസരിച്ച്. പക്ഷെ കത്തത്തില്ല. കത്താത്തതിന്റെ കാരണം ഇതിനൊന്നും ഇത്രയും എനർജിയിലേക്ക് കത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു കണക്ക് ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ കണ്ടുപിടിച്ച് എത്തിച്ചേർന്ന ഒരു സംഭവമാണ്. അപ്പം സയൻസ് മുഴുവൻ ഈ പുള്ളിയുടെ വാക്കിന്റെ പുറകെ അങ്ങ് പോയി. ഇവരവസാനം ഒരു സാധനം കണ്ടുപിടിച്ചു, പ്ലൂട്ടോണിയം ആൻഡ് യുറേനിയം. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പ്ലൂട്ടോണിയം ആൻഡ് യുറേനിയം. എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പേരാ. പക്ഷെ എന്നാ സംഭവം? ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പുറത്തു കൊണ്ടുവന്നത് ആറ്റത്തിന്റെ വിഘടനമാണ്. ഒരു ആറ്റം വിഘടിച്ച് അതിൽ നിന്ന് എനർജി ഉണ്ടാകുന്നതാണ് പ്ലൂട്ടോണിയത്തിന്റെയും യുറേനിയത്തിന്റെയും മെക്കാനിസം. അപ്പം ആറ്റം വിഘടിച്ച് എനർജി ഉണ്ടാകുമ്പോൾ അത് ഭയാനകമായ എനർജി ആയിട്ടാണ് കരുതുന്നത്. അപ്പം ഇതിനെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹിരോഷിമ നാഗസാക്കി, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഹിരോഷിമയും നാഗസാക്കിയും കത്തിച്ചു വന്ന ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ്മാൻ എന്ന് പറയുന്ന 2 ബോംബ് ഉണ്ടാക്കിയത് ഇവന്മാരെ വെച്ചാണ്. യുറേനിയത്തിന്റെ ബോംബാണ് ആദ്യത്തെ ബോംബ്. ലിറ്റിൽ ബോയ് ഹിരോഷിമ തകർത്തത്. ഫാറ്റ്മാൻ അത് തകർത്തത് യുറേനിയത്തിന്റെ ബോംബാണ്. അപ്പം അവര് ശരിക്കും പറഞ്ഞാൽ ഐൻസ്റ്റീന്റെ റൂൾ അനുസരിച്ച് നമുക്കറിയാം അതിന്റെ കെടുതി എന്തോരമുള്ളത്. കാരണം ഒരു രാജ്യം ജപ്പാൻ കീഴടങ്ങിക്കഴിഞ്ഞു. ജപ്പാന് കീഴടങ്ങാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലായിപ്പോയി ഇതിന്റെ പ്രഹരശേഷി. ഇന്നും അതിന്റെ കെടുതികൾ ജപ്പാനിൽ മാറിയിട്ടില്ല. അപ്പം
ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നക്ഷത്രം അല്ലെ സൂര്യനെടുത്ത് പുറത്തേക്ക് ഇട്ട പോലെ ആയില്ല. എനർജി പോരാ. സൂര്യനിൽ നടക്കുന്നില്ല ഇതല്ല, വിഘടനമല്ല. സൂര്യനിൽ നടക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂഷനാണ്. ഇത് ഫിഷൻ ബോംബുകളാണ്. മനസ്സിലായോ? ഹൈഡ്രജൻ ഫ്യൂഷനാണ് നടക്കുന്നത്. അതായത് ആറ്റങ്ങൾ ഒരുമിച്ച് കൂടി, ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരുമിച്ച് കൂടി തീ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം അന്നുണ്ടാക്കിയ ബോംബ് പോരാ. ഇത് ഹൈഡ്രജൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ബോംബിലേക്ക് ലോകം കടന്നുകൊണ്ടിരിക്കുക, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ പരീക്ഷണക്കാരുടെ 90% ആയി. ഇത് ഉണ്ടായാൽ, ഐൻസ്റ്റീന്റെ ഈ സൂത്രവാക്യം വെച്ച് ഈ സാധനം ഇവിടെ ഉണ്ടായാൽ, പിന്നെ ഒരു പ്ലാനറ്റിനെ തീർക്കാനായിട്ട് ഇത് ഒരെണ്ണം മതി. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും നശിപ്പിച്ച് കളയാനായിട്ട് ഇത് ഒരൊറ്റയാണ് മതി. അതിന്റെ 90%. അപ്പം നല്ലതിനായിട്ട് ഉപയോഗിക്കാൻ ഈ സയന്റിസ്റ്റിന്റെ മഹാ കണ്ടുപിടുത്തം ഏറ്റവും നല്ല ഹൈഡ്രജൻ ഉണ്ടാക്കി അത് എനർജിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ലോകത്തിന് ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഉണ്ടാവുമത്. അപ്പൊ ഇതാണ് ആ സൂത്രവാക്യത്തിന്റെ അർത്ഥം. താങ്ക് യു.